സാക്ഷ്യമാക്കിക്കൊണ്ട് അനങ്ങനടി പ്ലാക്കാട്ടുകുളം മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു. MLA പി മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. ആ പഠനത്തിൽ നിന്നാണ് നല്ല നിലയിൽ ശുദ്ധജല വിതരണം നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതിക്ക് പരിപൂർണ പിന്തുണ കൊടുത്ത സംസ്ഥാനമായി കേരളം മാറി. വടക്കേന്ത്യൻ സംസ്ഥാനം പോലെയല്ല, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല സ്ഥലത്തും ജലജീവൻ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 40% തൊട്ട് 60% വരെ വാട്ടർ കവറേജ് ഉണ്ടായിരുന്നു. ചടങ്ങിൽ ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി അധ്യക്ഷനായി. ഡോക്ടർ PS കോശി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിത ടീച്ചർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CP ശശി, K റഫീഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ AP ശൈലജ, അസീന, പഞ്ചായത്ത് സെക്രട്ടറി നിഷ മനോജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K പാറുക്കുട്ടി, E മുരളീധരൻ, K അബ്ദുൽ സലാം, ബേബി പാണുച്ചിറ, P നാരായണൻകുട്ടി, TK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ സ്വാഗതവും മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ബിജു നന്ദിയും പറഞ്ഞു.